നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജെഇഇ മെയിൻ 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ കറക്ഷൻ, കാറ്റഗറി എക്സാം സെന്റർ ഉൾപ്പെടെ തിരുത്താം. CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിൽ സമഗ്രമാറ്റം, വർഷത്തിൽ 2 തവണ പരീക്ഷ. EWS സർട്ടിഫിക്കറ്റിന് കേരളത്തിൽ 2 നിയമങ്ങൾ, പ്രത്യേകം അപേക്ഷിക്കണം. CUET UG 2025 വെബ് പോർട്ടൽ നിലവിൽ വന്നു. അപേക്ഷ മാർച്ചിൽ, ഓൺലൈൻ പരീക്ഷ മെയ് അവസാനം. വാർത്തകൾ വിശദമായി. NIT, IIIT പ്രവേശനവും JEE അഡ്വാൻസ്ഡ് യോഗ്യതയും തീരുമാനിക്കുന്ന ജെഇഇ മെയിന്റെ 2ാമത്തെ സെഷന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 25 ഇന്ന് അവസാനിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്ഷൻ ഫെബ്രുവരി 27, 28 തീയതികളിൽ jemain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ആദ്യ സെഷൻ അപേക്ഷിച്ചപ്പോൾ സമർപ്പിച്ച കാറ്റഗറി, ജെൻഡർ, എക്സാം സെന്റർ, മീഡിയം, കോഴ്സ് എന്നിവയും കറക്റ്റ് ചെയ്യാം. അഡ്മിറ്റ് കാർഡുകൾ മാർച്ച് 25 പ്രസിദ്ധീകരിക്കും. ഏപ്രിൽ 1 മുതലുള്ള 2ാമത്തെ സെഷനും പൂർത്തിയാക്കിയതിനു ശേഷം ഏപ്രിൽ 17 ഓൾ ഇന്ത്യ റാങ്കും മെയ് 18 JEE അഡ്വാൻസ്ഡിന് യോഗ്യത നേടുന്ന കട്ട് ഓഫും അറിയുവാൻ സാധിക്കുന്നത്. യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾ ഏപ്രിൽ 21 മുതൽ jeeadv.ac.in എന്ന വെബ്സൈറ്റ് വഴി അഡ്വാൻസ്ഡായി അപേക്ഷ സമർപ്പിക്കാം. ജൂൺ 2 JEE അഡ്വാൻസ്ഡ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ജൂൺ 3 മുതൽ ജോസ സീറ്റ് അലോക്കേഷൻ ആരംഭിക്കുകയും ചെയ്യും. +1 വിദേശത്ത് പഠിച്ച കുട്ടികൾക്കായി NIT, IIIT പ്രവേശന സാധ്യതകളുള്ള ദാസ സ്കീം അലോട്ട്മെന്റും അതോടൊപ്പം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി jemain.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബോർഡ് എക്സാമുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള അമിതഭാരവും ഉത്കണ്ഠയും പരിഹരിക്കുന്നതിനായി 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് ഓരോ കുട്ടിക്കും 2 അവസരങ്ങൾ, ഫെബ്രുവരിയിലും മെയ് മാസത്തിലും. എല്ലാ വിഷയങ്ങളും 2 പ്രാവശ്യം എഴുതണമെന്നില്ല. ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാം. 2ാമത്തെ തവണ മാർക്ക് കുറഞ്ഞാലും കുട്ടിയെ ബാധിക്കുകയില്ല. ആദ്യ തവണത്തെ മാർക്ക് പരിഗണിക്കും. 9ാം ക്ലാസ്സിലും സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് എന്നിവയ്ക്ക് ബേസിക്സ്, സ്റ്റാൻഡേർഡ് എന്നീ 2 ലെവൽ ചോദ്യങ്ങളും ഉണ്ടാവും. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്കണോമിക്കലി വീക്കർ സെഷന് കേരളത്തിൽ 2 നിയമങ്ങൾ. നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, CUET, ഐസർ, നൈസർ എന്നീ നാഷണൽ ലെവൽ എക്സാമുകൾക്ക് തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെ, വീട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ, വീടിരിക്കുന്ന സ്ഥലം 4 സെന്റിൽ താഴെ, കൃഷിഭൂമി 5 ഏക്കർ വരെ. ഇതാണ് സെൻട്രൽ പർപ്പസിനുള്ള നിയമങ്ങൾ. ഇതിൽ സ്ഥലം 4 സെന്റ് എന്നുള്ളത് കൃഷിഭൂമിയായി കരുതാവുന്നതാണ് എന്ന് കഴിഞ്ഞ മാസം കേരള സർക്കാർ പുതിയ സർക്കുലർ ഇറക്കിയിരുന്നു. എന്നാൽ കീം, കുസാറ്റ് എന്നീ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ പ്രവേശനം നേടണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. വളരെ ലളിതമായ നിയമമാണ് ഇതിനുള്ളത്. വാർഷിക വരുമാനം 4 ലക്ഷത്തിൽ താഴെ, ഗ്രാമപ്രദേശമാണെങ്കിൽ 2.5 ഏക്കറിൽ താഴെ, പട്ടണമാണെങ്കിൽ മൊത്തം സ്ഥലം 75 സെന്റ്, പുരയിടം 20 സെന്റിൽ താഴെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആകെ 50 സെന്റ് സ്ഥലം, പുരയിടം 15 സെന്റിൽ താഴെ. കീം 2025 അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പഠനത്തിന് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് ആദ്യ ആഴ്ച ആരംഭിക്കും. വെബ്സൈറ്റ് cuet.nta.nic.in. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായി മുഴുവൻ പരീക്ഷകളും ഓൺലൈൻ മാത്രമായിരിക്കും. പരീക്ഷ മെയ് പകുതിയോടെ ആരംഭിക്കും. ഓരോ കുട്ടിക്കും 5 സബ്ജക്ട് വരെ പരീക്ഷ എഴുതാം. ജൂൺ അവസാനം റിസൾട്ട് പ്രഖ്യാപിക്കുകയും യൂണിവേഴ്സിറ്റി പ്രവേശനം ജൂലൈയിൽ ആരംഭിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി cuet.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.